So, ladies and gentlemen, Sri here. Vivo X200 Pro അല്ല സാധാരണ X200. ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഫോണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഗൈസ് മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. വീടിൻ്റെ പുറത്തോട്ടൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങാം. മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം കിടിലം കാറ്റാണ്. ഒരുപാട് അടുത്ത് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പണി കിട്ടിയ ആൾക്കാരൊക്കെ തലയിലൊക്കെ വീടും മരിക്കുക ചെയ്യുന്നുണ്ട്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമുക്കിനിയും ഫോണിനെ കുറിച്ച് പറയാം ഗൈസ്. ഞാൻ ഈ ഫോൺ എടുക്കാൻ പോയി എന്തിനാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മഴയായിട്ട് എനിക്കൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓടി നമ്മുടെ സോഴ്സിൻ്റെ അടുത്തോട്ട് വന്ന് മച്ചാനെ എനിക്ക് X200 Pro വേണം. പക്ഷേ X200 Pro ഇല്ലായിരുന്നു. അതുകൊണ്ട് X200 എടുത്ത് കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ഈക്വലി ആസ് കേപ്പബിൾ ആസ് എനി അതർ ഫ്ലാഗ്ഷിപ്പ്. നിങ്ങളിപ്പോൾ കറണ്ട് മാർക്കറ്റിൽ ഏത് ഫ്ലാഗ്ഷിപ്പ് എടുത്താലും അതിൻ്റെ കൂടെയൊക്കെ കിടപിടിക്കുന്ന ഫോണാണ് ഇപ്പോഴും X200. ഇതൊരു റിവ്യൂ അല്ല, ഞാൻ സ്പെക്കും കാര്യങ്ങളൊന്നും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഈ ഫോൺ ഡേറ്റ് ചെയ്ത് ഏജ് ചെയ്ത് എങ്ങനെയുണ്ട്, ഇപ്പം 1 വർഷത്തോളം ഇത് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോൾ അത് എങ്ങനെയോളം അതിനെ എന്തൊക്കെ രീതി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ് സ്പോയിലേഴ്സ്, വിവോയുടെ കൺസ്ട്രക്ഷനും ബിൽഡ് ക്വാളിറ്റിയും ഏജിങ്ങും ഒക്കെ ഇച്ചിരി സീനാണ്. ഇറ്റ് ഏജസ് ലൈക്ക് വൈൻ ബ്രോ. എനിക്കത് വിവോനെ കുറിച്ച് പറയാനുണ്ട്. ദേ ആർ റിയലി ഡൂയിങ് ഗ്രേറ്റ് ജോബ്. ആദ്യം തന്നെ എനിക്കൊരു ഡിസൈൻ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയാൻ പറ്റും. അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ട് അവൻ ഉണ്ടാക്കി. ഞാൻ എൻ്റെ റിവ്യൂവിലും പറഞ്ഞ കണക്ക് വെരി സോളിഡ് ബിൽഡ്, സ്കോട്ട് എക്സേഷൻ്റെ ഗ്ലാസ്, അതേപോലെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്, അലുമിനിയം റെയിൽസ്, IP69, വെരി ഗുഡ് ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് 1 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടും ഈ ഫോണിന് പറയപ്പെട്ട ഡാമേജസും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇല്ല. അതൊരു വലിയ കാര്യം തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിനെ സംബന്ധിച്ച്. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ദിസ് ഡിസ്പ്ലേ. എനിക്ക് ഡിസൈനെ കുറിച്ചൊന്നും വലിച്ചു നീട്ടി പറയണ്ട. ഭയങ്കര ഹാൻഡി, ഭയങ്കര സ്ലീക്ക്. എന്താ പറയുക, വിവോയുടെ പ്രീമിയം ഡിസൈൻ ഇസ് വിവോയുടെ പ്രീമിയം ഡിസൈൻ. അവരുടെ ഈ റൗണ്ട് വലിയ ക്യാമറ ബാക്കും നമുക്ക് ആ ഒരു ക്ലാസി ഫീൽ ഉറപ്പായിട്ടും കിട്ടും. ഇനി ആ ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞാൽ ആകെ ഇത് മിസ് ചെയ്യുന്ന ഒറ്റ കാര്യം തന്നെ, ഫോൺ താഴെ കിടന്നാലും എനിക്ക് റിവ്യൂ തരൂ. ആകെ ഇത് മിസ് ചെയ്യുന്ന ഒറ്റ കാര്യം അതെന്ന് പറയുമ്പം ഇതിൻ്റെ LTPO എന്ന് പറഞ്ഞ സാധനം ഒഴിച്ച് ബാക്കി എല്ലാം ഈ ഡിസ്പ്ലേക്കകത്തുണ്ട്. 1 ബില്യൺ പ്ലസ് കളേഴ്സ്, 120 Hz AMOLED ആണ്, HDR10+, 4500 സ്പീക്ക് ബ്രൈറ്റ്നസ്. എനിക്ക് തോന്നുന്നു 460 പിക്സൽസ് പെർ ഇഞ്ച് ആയിട്ടുള്ള ഭയങ്കര ഡീറ്റെയിൽഡ് ക്ലാരിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അത് വിവോ അത്യാവശ്യം കിടിലമായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ സ്റ്റാൻസിൽ നത്തിങ് ടു കംപ്ലൈൻറ്റ്. ഇറ്റ്സ് ജസ്റ്റ് തംസ് അപ്പ്, കിടിലം. വേറെ എനിക്കൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞ് വെറുപ്പിക്കാൻ ആഗ്രഹമില്ല. വേറെ സാധനം ഇനി വേറെ പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിൻ്റെ സ്പീക്കേഴ്സ് ആൻഡ് വൈബ്രേഷൻ മോട്ടറും അത്യാവശ്യം ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ടോപ്പ് ടിയർ അല്ലേ, വേറെ ലീഗ് എന്നല്ല പറയണം, നല്ലതാണ്, സൂപ്പറാണ്. നിങ്ങൾക്കൊന്നും മിസ് ഔട്ട് ഒന്നും ചെയ്യത്തില്ല. സ്പീക്കേഴ്സ്, സിനിമ കാണാനൊക്കെ എൻ്റർടൈനിങ് ആയിരുന്നു. കുറച്ച് നാൾ എൻ്റെ അമ്മ ഈ ഫോൺ ഉപയോഗിച്ചപ്പോഴത്തേക്കും അമ്മ മറ്റേ ഫ്ലാബ്രഗാസ്റ്റഡ് മറ്റേ ആ ഒരു വികാരത്തിലായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട് ക്യാമറ, സ്ക്രീനും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ബാറ്ററിയൊക്കെ അത്യാവശ്യം നിൽപ്പുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഗെയിമിംഗ് ഒന്നും കളിക്കാത്തവർക്ക് പെർഫെക്റ്റ് ഫോൺ തന്നെയായത്. ക്യാമറാസിനെ കുറിച്ച് പറഞ്ഞും വരുന്നത്, അങ്ങോട്ട് നമുക്ക് എത്താം. എന്തായാലും ഡിസൈൻ, ഡിസ്പ്ലേ, വൈബ്രേഷൻ മോട്ടർ, ഹാപ്റ്റിക്, സ്പീക്കർ, ചെക്ക് പോയിന്റ്. ഇനി എനിക്കിതിനെക്കുറിച്ച് വേറൊരു സാധനം പറയാനുള്ളത്, ദാറ്റ് ഈസ് അബൌട്ട് പെർഫോമൻസ്. എൻ്റെ മുന്നേ ഞാൻ ശരിക്കും വിചാരിച്ചത് ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ് ഏജ് ചെയ്യുമ്പം ഇച്ചിരി പുൾ ബാക്കും തെർമൽസും ഒക്കെ ഇച്ചിരി വേഴ്സ് ആവുമെന്ന്. നോ ഷിറ്റ് ബ്രോ, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഡിമെൻസിറ്റി ഹാസ് ഏജ്ഡ് ലൈക്ക് എ വൈൻ. 9400 3nm സീരീസ് ചിപ്പാണ്. അതിന് ഇമ്മോർട്ടാലിസിൻ്റെ G925 ആണെന്നാണ് എൻ്റെ വിശ്വാസം. GPU ഇവിടെ ഇടുന്നതായിരിക്കും. സോ ആ GPU ഒക്കെ ഭയങ്കര കേപ്പബിൾ ആയിട്ടൊരു GPU CPU ഒക്കെ പറഞ്ഞാലും ടോപ്പ് ടിയർ, ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന CPU ആൻഡ് GPU ആണ് ഈ ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ തെർമൽസും കൂടെ എടുത്ത് പറയാനായിട്ടുണ്ട് ഗൈസ്. പണ്ട് ഞാൻ X200 റിവ്യൂ ഉപയോഗിച്ചപ്പം സമ്മറിലായിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് ഇച്ചിരി ചൂടും മോംസൊക്കെ പോയി. ഇപ്പം മഴ ആയതുകൊണ്ടായിരിക്കണം, ഫുള്ള് തണുത്ത അറ്റ്മോസ്ഫിയർ ആണല്ലോ ഇവിടെ. പക്ഷേ എനിക്ക് തെർമൽസൊക്കെ ഭയങ്കര കിടിലമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഉപയോഗിച്ച്. അതുപോലെ ഞാൻ കേസ് ഇല്ലാതെ ആദ്യത്തെ 2-3 ദിവസം ഇത് ഉപയോഗിച്ചു. അതുകൊണ്ട് എനിക്ക് ആ റോ എക്സ്പീരിയൻസ് കിട്ടി. ഗൈസ്, ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്താ ഈ ചാനൽ ഞാൻ റിവ്യൂ ചെയ്യേണ്ടതെന്നൊക്കെ കമൻറ്റിൽ എൻ്റെ അടുത്ത് പറയുക. പിന്നെ ഗൈസ് പ്ലീസ് ആ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നത് എനിക്കിത് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ഇതുപോലെ ഒതൻറ്റിക് ആയുള്ള വീഡിയോസ് വീണ്ടും തരാൻ ഞാൻ ശ്രമിക്കും. പിന്നെ നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ട്വിൻസ് മൊബൈൽസ് പട്ടത്ത് പോയി ഫോൺ എടുക്കുക. അവിടെ 2-3 X200 Pro ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ നേരെ ചെന്നാൽ ആദ്യം ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്തിട്ട് എടുക്കാം. അവരാണ് നമുക്ക് വേണ്ടി ഫോൺ ചാനലിൽ എപ്പോഴും തരുന്നത്. സോ ട്വിൻസ് മൊബൈൽസ് പട്ടം, താഴെ നമ്പർ ഉണ്ട്. കേസ് ഞാനൊരു എക്സ്ട്രീം അല്ലെ ഭയങ്കര ഡൈഹാർഡ് യൂസറോ, ഫോൺ കിട്ടി അത് ലിമിറ്റിൽ പുഷ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ടൈപ്പ് ഓഫ് ടിപ്പിക്കൽ യൂസേജിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി വേറൊരു സാധനം നമുക്ക് പറയേണ്ട ബാറ്ററി ലൈഫിനെ കുറിച്ചാണ്. 5800 mAh ബാറ്ററി ലൈഫ് ഇസ് പ്ലെൻറ്റി ഇനഫ്.
6 to 7 മണിക്കൂർ കിട്ടും, ഡിപ്പെൻഡിങ് അപ്പോൺ യു യൂസബിലിറ്റി. ഭയങ്കരമായിട്ട് ഗെയിമൊക്കെ കളിച്ച് പുഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു 4-5 മണിക്കൂറൊക്കെ കിട്ടും. പക്ഷെ എന്നാലും കാറ്റഗറിയിലല്ലേ നമ്മുടെ ഇപ്പം കറണ്ട് ലൈനപ്പ് ഓഫ് ബാറ്ററിനകത്ത് ഡെഫിനറ്റ്ലി എബോവ് ആവറേജ് ആണ്, ഡെഫിനറ്റ്ലി എബോവ് ആവറേജ്. എനിക്ക് ഈ ഫോണിനകത്ത് ഇനി ഒരുപാട് വലിച്ചു നീട്ടാതെ നിങ്ങളുടെ അടുത്ത് ഉള്ള പോയിന്റിലോട്ട് ഡയറക്റ്റ് വന്ന് പറയാം. ദാറ്റ് ഇസ് ദി ക്യാമറ. ഗൈസ്, ഹിയർ മീ ഔട്ട്. ഞാൻ എത്ര ഫോൺ ഈയിടെ ചാനലിൽ വെച്ച് യൂസ് ചെയ്തു, അതെല്ലാം 1-2 വീക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ മാക്സിമം യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇടണേ. എനിക്ക് ഇതിൻ്റെ വേറെ എങ്ങനെ മിക്കവാറുള്ള എൻ്റെ റിവ്യൂവിനെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമറാസിൻ്റെ സാമ്പിൾസ് എന്താ പറയുക ചിലപ്പം ബോറിംഗ് ആണെന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, സത്യം പറഞ്ഞാൽ അതിൻ്റെ ക്യാമറ ഒന്നും എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസൻ എക്സൈറ്റ് മീ ടു ഗോ ഔട്ട് ആൻഡ് ഷൂട്ട് ഫോട്ടോസ്. മിക്ക ഫോണിൻ്റെ കാര്യം അത് തന്നെ. പക്ഷേ വിവോയുടെ ക്യാമറ അങ്ങനെയല്ല. എസ്പെഷ്യലി വിവോയുടെ മറ്റേ മിനിമലിസ്റ്റ് ക്യാമറ, അവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റും മറ്റേ ടെക്സ്റ്റേർഡ് ഇതുണ്ട് സൈസിൻ്റെ. ഓഫ് എൻ്റെ പൊന്നു, അതൊരു കറക്റ്റ് ഒരു മിക്സ് ഓഫ് നാച്ചുറൽ കളേഴ്സിൻ്റെ അകത്ത് ഇച്ചിരി വിൻറ്റേജും സെഫിയയും കൂടെ പൊടിക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നൊരു ഫീലാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഇവിടെ കാണിച്ചു തരാം. വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഗൈസ്, നോട്ട് ദി ബെസ്റ്റ് വീഡിയോ ക്യാമറ, പക്ഷേ കുഴപ്പമില്ല, നല്ല വീഡിയോ ക്യാമറ. X100 റിവ്യൂവിൽ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുണ്ട്, അതിന് AF ഇഷ്യൂസ്, കഴിഞ്ഞ വട്ടം എന്ന് പറഞ്ഞാൽ 1 വർഷം മുന്നേ ആ ഓട്ടോ ഫോക്കസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. വെരി ഗുഡ്, ഭയങ്കരമായിട്ട് കിടിലുമാണ്. ഈ വീഡിയോസിനാണെങ്കിലും ഫോട്ടോസിനാണെങ്കിലും AF ഒക്കെ പക്ക ടു ദി ഡോട്ട് ആക്യുറേറ്റാണ്. ലേസർ ഓട്ടോ ഫോക്കസ് ഉപയോഗിക്കുന്നത്. ക്യാമറാസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് സമ്മപ്പ് ചെയ്യാൻ പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. യു ജസ്റ്റ് ഹാവ് ടു ഫ്രെയിം. നിങ്ങൾ ഫ്രെയിമിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. സോ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ ആണെങ്കിലും എനിക്കൊരു ഫൺ എന്താ പറയുക ഇവൻ്റ് അല്ല മൊമെൻ്റ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വിവോസിൻ്റെ ഫോണും കൊണ്ട് ഷൂട്ട് ചെയ്യാനാണ് ഇഷ്ടം. കാരണം അവരുടെ ടെക്സ്റ്റേർഡും അവരുടെ ഫിൽറ്റേഴ്സും സൈസിൻ്റെ ടെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണോക്രോമും ഒക്കെ ക്യാമറ സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് ഇപ്പോഴും എപ്പിറ്റം ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ടോപ്പ് ഒരു X200 Pro ആണ് ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ക്യാമറ ഫോൺ. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ് X200. ബാക്കി ഏത് ഫോണാണെങ്കിലും ഇപ്പോൾ സാംസങ് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ഷവമി 15 Ultra ആണെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നൊരു ക്യാമറ സിസ്റ്റം ഇതിൻ്റെ. മേ ബി ഞാൻ ഇച്ചിരി കൂടെ ഒരു ഫിലിമിക് സ്റ്റൈലിസ്റ്റിക് അപ്രോച്ച് പ്രിഫർ ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. മേ ബി എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ കേസ് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കും ചേട്ടനും അല്ല, ഇതിനകത്ത് വിവോ X200 നിങ്ങൾ അല്ലെങ്കിൽ X200 Proവിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മാത്രം മതി. ബാക്കിയെല്ലാം പ്രോസസ്സിങ് ആയാലും സ്കിൻ ടോൺ ആയിക്കോട്ടെ, ഹൈലൈറ്റ്സ് ആയിക്കോട്ടെ, ഷാഡോസ് ആയിക്കോട്ടെ, റോൾ ഓഫ് ആയിക്കോട്ടെ, അതെല്ലാം അവർ തന്നെ ചെയ്യും. സോ ദാറ്റ് ഈസ് ദി എപ്പിറ്റം. എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഇപ്പം പ്രൈസ് ഇച്ചിരി കുറഞ്ഞിരിക്കും X200. കറക്റ്റ് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സീൽ കട്ട് ഓപ്പൺ ബോക്സ് പീസസും ഒക്കെ കിട്ടും. ആ ഒരു എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ വേണേൽ താഴെ നമ്പർ ലിങ്ക് കൊടുത്തേക്കാം. പുള്ളിക്കാരൻ്റെ ഷോപ്പുണ്ട്, അപ്പം പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് സീൽ കട്ട് ഓപ്പൺ ബോക്സസ് പീസസ് ഒക്കെ കിട്ടുമ്പം ഓൾമോസ്റ്റ് ഒരു 60 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ദിസ് ഇസ് റിയലി റിയലി ഗുഡ്. സോ വിവോ X200ൻ്റെ ലോങ് ടേം റിവ്യൂവിൽ ഹൗ ഹാസ് ഇറ്റ് ഏജ്ഡ്? ഇറ്റ് ഹാസ് ഏജ്ഡ് ലൈക്ക് വൈൻ. സോ അത്ര എനിക്ക് പറയുള്ളൂ. നിങ്ങൾ ഇപ്പോഴും X200 ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് ഡബിൾ മൈൻഡ് നിൽക്കുകയാണെങ്കിൽ പോയി എടുക്കാം. പിന്നെ ആകെ ഒരു ഗ്രഡ്ജ് എനിക്കുള്ളത്, ഐ എം നോട്ട് എ ഫാൻ ഓഫ് ദിസ് സോഫ്റ്റ്വെയർ. ഡോണ്ട് ഗെറ്റ് മീ റോങ്, എനിക്ക് തോന്നുന്നു അവർ ഫണ്ട ചോയ്സ് 15 ഇപ്പോൾ നമുക്കുള്ളത്. ഞാൻ ചെക്ക് ചെയ്യാം. എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി 2 years ഓഫ് മേജർ OS അപ്ഡേറ്റ് വരുന്നുണ്ട്. 2-3 ആണോ എനിക്ക് ഉറപ്പില്ല. എന്നാലും 4 വർഷമാണ് ഫോൺ ഇറങ്ങിയപ്പോൾ പ്രോമിസ് ചെയ്ത്. സോ ദാറ്റ് ഈസ് ഇറ്റ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും റിലയബിലിറ്റി സ്റ്റെബിലിറ്റി ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടൊരു OS അല്ല, ഒരു ചൈനീസ് OS തന്നെയാണ്. വർക്ക്സ് ഫൈൻ, പ്രശ്നങ്ങളും ബഗ്സും ഒന്നുമില്ല. ആപ്പിളിനെയും വേറെ വലിയ കിടിൽ എസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഫുള്ള് പ്രശ്നം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഫണ്ടമെൻ്റലി വെൽ ബിൽറ്റ് OS. ആഡോ കാര്യങ്ങളോ അങ്ങനത്തെ ബ്ലോട്ട് വേഴ്സും കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. വിവോ X200 എനിക്ക് റിവ്യൂ ചെയ്തപ്പം ഞാൻ ഇനി മിസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതിൻ്റെ ക്യാമറ ആയിരിക്കും. ആൻഡ് ഫണ്ടമെൻ്റലി ദിസ് ഇസ് എ വെൽ ബിൽഡ് ഫോൺ. പക്ഷേ ഞാൻ ഡെയിലി ഡ്രൈവ് ചെയ്യുന്നത് വെച്ചാൽ നോ, എനിക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ എൻ്റെ പ്യാറില്ല. Talk to you guys later. Sri, love you.